ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ വർക്കുകൾ മാർച്ച് 24 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓരോ വർക്കിന്റെയും എക്സ്പെക്റ്റഡ് ഡേറ്റ് വേണമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. പക്ഷേ ഏറ്റവും അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് 24. ആട്ടോ പോവില്ല. റോഡ് പണി നടക്കുന്നു എഴുതിയിട്ടുണ്ടല്ലോ ഏട്ടാ, പോവോ? അപ്പൊ പോവും. ഒരു സൈഡിൽ കൂടെ പോവും, രണ്ട് സൈഡും വെട്ടി കുഴിച്ചിട്ടേക്ക്. മാർച്ച് 24 ഈ പണിയൊക്കെ തീരുമെന്നാണ് നമ്മളെ മേയർ പറഞ്ഞിരുന്നത്. മാർച്ച് 24 എവിടെ തീരാനാ? ഇതൊക്കെ ഇന്നും മാസങ്ങൾ പിടിക്കും. അല്ല, നമ്മളെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് മാർച്ച് 31 തീരുമെന്നാണ്. അപ്പൊ ഇനി ഒരാഴ്ച കൂടെ സമയമുണ്ടോ? ഒരാഴ്ച കൊണ്ട് തീരുമെന്നോ? ഓരോ റോഡായിട്ട് പണി തീർത്തിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല, ഇത്രയും ബ്ലോക്കും ഉണ്ടാവത്തില്ല. ആൾക്കാർക്ക് ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ വരാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്ക് ചുറ്റി കറങ്ങി വരണം. അപ്പൊ ഓട്ടോയ്ക്ക് ചാർജ് കൂടും. ഇതിപ്പോ മേട്ടുകട പോവില്ല. മേട്ടുകട ഇന്നിപ്പോ അങ്ങോട്ട് പോകത്തില്ല. മേട്ടുകട റോഡ് ഇല്ലേ? റോഡ് രണ്ട് സൈഡും കുഴിയെടുത്തിട്ടാക്കിയ. ഇങ്ങനത്തെ റോഡിൽ കൂടെ ഓടി ഓടി നിങ്ങളെ വണ്ടി ഒരു പരുവായിട്ടുണ്ടല്ലേ? അതെ അതെ, വണ്ടി എന്നും പണിയാ. ഫ്രണ്ട് വളരെ പണിയാ. ഫ്രണ്ട് ഈ ഗട്ടറിൽ വീഴുകയും തിരിച്ച് ഗട്ടറിൽ നിന്ന് കയറുകയും ചെയ്യുമ്പോൾ എൻ്റെ പിന്നും വിഷൊക്കെ പെട്ടെന്ന് ചീത്തയാവും. അതൊക്കെ മാറേണ്ട ഒരു സ്ഥിതി. പിന്നെ സ്കൂൾ അടയ്ക്കുന്നത് കൊണ്ട് പിള്ളേർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സ്കൂൾ അടയ്ക്കുന്നതുകൊണ്ട് പിള്ളേർ രക്ഷപ്പെട്ടു. അതെ, മാർച്ച് 26 സ്കൂൾ അടയ്ക്കുകയല്ലേ. സ്മാർട്ട് റോഡ് വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഈ അവസ്ഥയൊക്കെ വീണ്ടും കാണിച്ചതെന്നറിയോ? നഗരത്തിലെ വിവിധ റോഡുകൾ ഒരേ സമയം കുത്തിക്കുഴിച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചതാണ്. അനൂപിനൊപ്പം TS സരീഷ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.